Okay, welcome. This is our part 5. So, full 1, 2, 3, 4 continue. Okay. So, in this we will discuss a problem. Problem board. Trading and profit and loss account and balance sheet. So, complete details missing. So, how to draw trading, profit and loss account and balance sheet. Okay, let's read the question. Mrs. Sajna keeps her books of account under single entry system. Single entry system, that is incomplete. From the following, prepare trading and profit and loss account for the year ended 31st 2014 together with the balance sheet on that date. Okay, so cash book analysis show the following. Cash book പരിശോധിച്ചപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ് അവിടെ ഉണ്ട്. ഇൻട്രസ്റ്റ്, ഡ്രോയിങ്സ്, സ്റ്റാഫ് സാലറി, എക്സ്പെൻസ്, ക്രെഡിറ്ററിന് പൈസ കൊടുത്തു, ആൻഡ് ദ ക്ലോസിംഗ് ബാലൻസ്. ഈ ബാലൻസ് അറ്റ് ബാങ്ക് ഓൺ 31st 14 ബാങ്കിൽ ഇത്ര പൈസ ക്ലോസിംഗ്, ആൻഡ് ഓൾസോ ക്യാഷ് ഇൻ ഹാൻഡ് ക്ലോസിംഗ് ഇസ് ഗിവൺ. റിസീവ് ഫ്രം ഡെറ്ററിൻ്റെ അടുത്ത് നിന്ന് കിട്ടി, ക്യാഷ് സേവ്. ഓക്കെ, സോ ക്യാഷ് ബുക്ക് നോക്കിയപ്പോൾ ഇങ്ങനെ കുറേ ഐറ്റംസ് കണ്ടു. ദെൻ further details available are, and some assets in the details and liability in the details are given. Then the opening and closing are given. Okay, provided 5% interest on X capital balance. Okay, നോക്കാം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. വേറെ ഈ എക്സ് എവിടെ നിന്ന് വന്നതെന്ന്. ഓക്കെ, എനിവേ ലെറ്റ്സ് സീ. നോക്കാം. പ്രൊവൈഡ് 5% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് നമുക്ക് നോക്കാം. ബാലൻസ് ആസ് ഓൺ 1/4/2013. അതായത് ക്യാപിറ്റലിന്റെ 1/4/2013 ബാലൻസിന്റെ മുകളിൽ 5% ഇൻട്രസ്റ്റ് കാണണം. ഓക്കെ, എനിക്ക് തോന്നുന്നത് സെഡ് എന്നായിരിക്കില്ല, സജ്ജനയല്ലേ നമ്മളാള്. സജ്ജന എന്നായിരിക്കും. വേറെ ഡീറ്റെയിൽസ് ഒന്നും ക്വസ്റ്റ്യനിലില്ല. സോ മേ ബി യു കട്ട് ദാറ്റ് വേർഡ് എക്സ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബാലൻസ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, യാ. പ്രൊവൈഡ് Rupees 1,500 for doubtful debtors. DD means doubtful debtors. 5% depreciation on fixed asset, 5% group commission to staff have to be provided on net profit after meeting all expenses and commission. Okay, 5% എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. Okay, now ഞാൻ എൻ്റെ ഫോമാറ്റ് വരയട്ടെ, നിങ്ങൾ ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യാം. ഓക്കെ, സി, നിങ്ങൾ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങളുടെ സംശയം ഇതിൽ ഏത് അക്കൗണ്ട് വരയണമെന്ന് അറിയില്ല അല്ലേ. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ്, ബാലൻസ് ഷീറ്റ് വരയണം എന്നാണ് ക്വസ്റ്റ്യൻ. ബട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ ഐറ്റംസ് വരയണം എന്നൊന്നും അറിയില്ല. ഓക്കെ, നോർമലി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ക്യാഷിൻ്റെ കുറേ ഐറ്റംസ് തന്നിട്ടുണ്ടല്ലോ, ക്യാഷ് ബുക്ക് അങ്ങോട്ട് വരയാൻ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. എന്താ നമ്മൾ പറഞ്ഞത്, ഈ സെയിൽ എന്തായാലും നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉണ്ടാവും, അതേപോലെ പർച്ചേസും വേണം. അപ്പോൾ എന്തായാലും ആരോ വേണം, ഒരു ഡെറ്റർ അക്കൗണ്ടും ഒരു ക്രെഡിറ്റർ അക്കൗണ്ടും വേണമല്ലോ. ഓക്കെ, പിന്നെ നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങളുടെ അടുത്ത് മനസ്സിലായിട്ടുണ്ട്, ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് ബാലൻസിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചാർജ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിലും നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർമ്മിച്ചോ, നമ്മൾ ലാസ്റ്റ് വരയുന്ന അഡ്ജസ്റ്റഡ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഇവിടെ എടുക്കുന്ന ക്യാപിറ്റൽ എന്ത് ക്യാപിറ്റലാണ്, ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, സോ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് വേണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ഓൾറെഡി ക്യാഷ് ബുക്ക് ഞാൻ എന്തിനാ വരച്ചത് എനിക്ക് അറിയൊന്നുമില്ല. ഞാൻ ക്യാഷിൻ്റെ ഡീറ്റെയിൽസ് കണ്ടു, സ്റ്റുഡൻസിൻ്റെ കോർണറിൽ നിന്നിട്ടാണ് പറയുന്നത്. സോ എനിക്ക് അറിഞ്ഞൂടാ ക്യാഷ് ബുക്ക് എന്തിനാണ്, ഇപ്പം നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നമുക്ക് അറിയുന്നില്ല. ബട്ട് ക്യാഷിൻ്റെ ഡീറ്റെയിൽസ് കണ്ടാൽ ക്യാഷ് ബുക്ക് വരഞ്ഞു. ദെൻ ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. സോ സെയിലും വേണം പർച്ചേസും വേണം. സോ സെയിൽ കണ്ടുപിടിക്കാൻ ഞാൻ ഒരു ഡെറ്റേഴ്സ് അക്കൗണ്ട് ഇവിടെ വരഞ്ഞു വെക്കട്ടെ. ദെൻ ഞാനിവിടെ ഒരു ക്രെഡിറ്റർ അക്കൗണ്ട് വരയട്ടെ. ഇപ്പോൾ തന്നെ നോക്കണം റിസീവബിൾ ആൻഡ് പേയബിൾ ഉണ്ടോ. സോ റിസീവബിൾ ആൻഡ് പേയബിൾ റിലേറ്റഡ് ഒരു ഡാറ്റയും ഇല്ല, ഓപ്പണിംഗ് ക്ലോസിംഗ് ഒന്നുമില്ല, അതുകൊണ്ട് അത് വരഞ്ഞില്ല. അല്ലെങ്കിൽ ഡെറ്ററിന് കറസ്പോണ്ടിങ് നമ്മൾ ബിൽ റിസീവബിൾ വരയുമായിരുന്നു. ബട്ട് ഇൻ ദിസ് ക്വസ്റ്റ്യൻ അതൊന്നും ഇല്ല, വരച്ചു. ദെൻ ഇവിടെ നമുക്ക് എന്ത് വേണം, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. ഏത്, ഓപ്പണിംഗ്. ഓപ്പണിംഗ് ഡേറ്റ് ഇസ് 1/4/2013 അല്ലേ. യാ, കണ്ടല്ലോ. അപ്പോൾ ഇത്രയും കാര്യം ഞാൻ അവിടെ വരച്ചു വെച്ചു.
ഇനി ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ഓരോന്ന് എടുത്തിട്ട് ഇത്രയേ ഉള്ളൂ എന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഒരു ഊഹത്തിന്, അതായത് നിങ്ങളുടെ ഒരു ഊഹത്തിന് ഇത്ര വരഞ്ഞ് വെച്ച്. ഓക്കെ, ഞാൻ 1 by 1 ക്വസ്റ്റ്യൻ അഗെയിൻ റീഡിങ്. സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാഷ് ബുക്കിന്റെ മുതലാണ്. സോ ക്യാഷ് ബുക്ക് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ദ ഫസ്റ്റ് ഐറ്റം ഇസ് ഇൻട്രസ്റ്റ്. സോ ഞാൻ ഇവിടെ എഴുതുന്ന ഇൻട്രസ്റ്റ്. ഓക്കെ, സോ ദാറ്റ് ഇസ് 1100. സി ക്യാഷ് ബുക്ക് ആണ്. ക്യാഷ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ എഴുതണം, ക്യാഷ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ എഴുതണം. ഇൻട്രസ്റ്റ് ചാർജസ് ആണ്. സോ ഇൻട്രസ്റ്റ് എന്താണ്, നമ്മൾ മീൻസ് അങ്ങോട്ട് ക്യാഷ് കൊടുക്കുന്നു. സോ ഇൻട്രസ്റ്റ് അല്ലേ, പലിശ കൊടുത്താൽ നമ്മൾ ക്യാഷ് കുറയുമല്ലോ. സോ അതാണ് ഞാൻ അവിടെ എഴുതിയത്. ഞാൻ കുറച്ച് ഐറ്റവും കൂടെ ഫില്ല് ചെയ്തിട്ട് വരാം. ഓക്കെ, സി നിങ്ങൾ ക്വസ്റ്റ്യൻ എടുത്തേക്ക്. നേരത്തെ ഞാൻ അവിടെ 2 എഴുതിയിട്ടുണ്ട്, ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. സി ഫസ്റ്റ് ഐറ്റം ഇസ് ഇൻട്രസ്റ്റ് ചാർജസ്. സംശയമില്ലല്ലോ, ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ പൈസ പോകും. നെക്സ്റ്റ് ഇസ് പേഴ്സണൽ വിഡ്രോവൽ. വിഡ്രോവൽ മീൻസ് ഡ്രോയിങ്. ഡ്രോ ചെയ്ത് കൊണ്ടുപോയാൽ നമ്മളെ പൈസ എന്താവും, അല്ലേ. സോ ഹിയർ ഇറ്റ് വിൽ കം drawings and it is 2000. Now next item, staff salary. സാലറി കൊടുത്താൽ പൈസ പോവും. ദെൻ ബിസിനസ്സിലുള്ള എക്സ്പെൻസ്, ക്രെഡിറ്ററിന് പൈസ കൊടുത്തു, ബൈ ക്രെഡിറ്റർ, പേയ്മെന്റ് ക്രെഡിറ്റർ ബ്രാക്കറ്റിൽ എഴുതി. എത്രയാണ്, 15,000. പിന്നെ വരുന്നത് ക്ലോസിംഗ് ബാലൻസ് ആണ്. ക്യാഷിന്റെ ക്ലോസിംഗ് ബാലൻസ് ഇവിടെ എഴുതണം, ബൈ ബാലൻസ്. ഇവിടെ നമുക്ക് രണ്ടിന്റെയും ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ബാങ്ക് ആൻഡ് ക്യാഷ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് ഇവിടെ എഴുതാൻ പോവാണ്. ഓക്കെ, ബിക്കോസ് ക്യാഷ് ബാങ്ക് എന്ന് പറയാൻ നമുക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. സോ ഇത് രണ്ടും ഒരുമിച്ചിട്ട് വരികയാണേ. അപ്പൊ ബാലൻസ് എന്ന് എഴുതണം, ബാങ്കിന്റെ ബാലൻസ്, ക്യാഷിന്റെ ബാലൻസ് എന്ന് എഴുതുക. ആൻഡ് ബാങ്ക് ബാലൻസ് ഇസ് 2425 75. ഇറ്റ് ഇസ് 2425 and 75. ഇതുവരെ വലിയ സംശയമൊന്നുമില്ലല്ലോ. അടുത്ത ഐറ്റം ഇസ് റിസീവ് ഫ്രം ഡെറ്ററിന്റെ അടുക്കൽ നിന്ന് കിട്ടി, ക്യാഷ് സെയിൽ. ഞാൻ ഒന്നാമത്തെ ആ ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾ വേണ്ടത് ഇൻട്രസ്റ്റ് ഇസ് ആൻ എക്സ്പെൻസ്. എക്സ്പെൻസ് ഏതിലുള്ള ഐറ്റം ആണ്, എക്സ്പെൻസ് എന്തിലുള്ള ഐറ്റം ആണ്, എക്സ്പെൻസ് എവിടെ വരണം, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ P&L അക്കൗണ്ടിലുള്ള ഐറ്റം അല്ലേ ഇൻട്രസ്റ്റ്. സോ ഹിയർ യു ഹാവ് ടു റൈറ്റ് ടു ഇൻട്രസ്റ്റ്. ഓക്കെ, ഇൻട്രസ്റ്റ് എവിടെ, 100. പിന്നെ വരുന്നത് സ്റ്റാഫിന്റെ സാലറി 8,500. ഇങ്ങനെ തന്നെ ചെയ്യണേ മക്കളെ, അപ്പൊ തന്നെ എഴുതി വെച്ചോളണം. അവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എഴുതണം. ഞാൻ പിന്നെ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോ, അതുകൊണ്ടാണ് ഞാനത് ആദ്യം അവിടെ എഴുതിയത്. ഓക്കെ, നൗ നെക്സ്റ്റ് ഐറ്റം ഇസ് ക്രെഡിറ്ററിന് പേയ്മെന്റ് കൊടുത്തു. ആരുടെ അക്കൗണ്ടിൽ ഇഫക്റ്റ് വരണം, ക്രെഡിറ്റർ അക്കൗണ്ടിൽ ഇഫക്റ്റ് വരണം. ക്രെഡിറ്റർ അക്കൗണ്ടിൽ ക്രെഡിറ്ററിന് പൈസ കൊടുത്തു, ടു ക്യാഷ്. എത്ര, 15,000. അടുത്ത ഐറ്റം എന്താ, ക്ലോസിംഗ് ബാലൻസസ് ആണ്. അത് ബാലൻസ് ഷീറ്റിൽ എഴുതണം. ബാലൻസ് ഷീറ്റിൽ എഴുതണം ബിക്കോസ് അതെന്താണ്, ക്ലോസിംഗ് ബാലൻസ് അല്ലേ. സോ ക്ലോസിംഗ് ബാലൻസ് ഇവിടെ നമ്മളെ ബാലൻസ് ഷീറ്റിൽ ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് അറ്റ് ക്യാഷ് ഇൻ ഹാൻഡ്, റൈറ്റ്. സോ ക്യാഷ് ഇൻ ഹാൻഡ് 2425 and 75. സംശയമൊന്നുമില്ലല്ലോ. നെക്സ്റ്റ് വൺ, ഡെറ്റേഴ്സിന്റെ അടുക്കൽ നിന്ന് ക്യാഷ് കിട്ടി. സോ ഹിയർ ബൈ ക്യാഷ് 25,000. ഇതിനൊന്നും എഫക്റ്റ് P&L അക്കൗണ്ടിൽ വരില്ല. നെക്സ്റ്റ് ഇസ് ക്യാഷ് സെയിൽ. ഇവിടെ വരും. നമ്മൾ ബൈ സെയിലിന് എഴുതിയ ഇവിടെ ക്രെഡിറ്റ് സെയിലും ഉണ്ട്, ക്യാഷ് സെയിലും ഉണ്ട്. ഇവിടെ ക്യാഷ് സെയിൽ ഇസ് ഗിവൺ 15,000. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഒരു ഐറ്റം ഞാൻ അവിടെ മിസ് ചെയ്തിട്ടുണ്ട്. എന്താണത്, ബൈ ഡ്രോയിങ്സ്. എത്രയാ പൈസ, 2000. സോ അതെവിടെ എഴുതണം, നമ്മുടെ ക്യാപിറ്റലിന്റെ കൂടെ ഡ്രോയിങ്സ് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. സോ എത്രയാ ഡ്രോയിങ്സിന്റെ എമൗണ്ട്, ഇവിടെ. ക്ലിയർ അല്ലേ. അപ്പൊ ഇതിലുള്ള എല്ലാ ഐറ്റവും ഞാൻ കൗണ്ടർ എൻട്രീസ് പാസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവിടെ ഒന്നും ബാക്കിയില്ലല്ലോ, ഇല്ല. ക്ലിയർ ആണല്ലോ. ഇനി ബാലൻസിങ് എല്ലാം അവിടെ നിൽക്കട്ടെ. നമുക്ക് എല്ലാം ആദ്യം ഒന്ന് എല്ലാം സെറ്റാക്കി എഴുതിയതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോഴും എനിക്ക് അറിയുന്നില്ല ഇതെന്തിനാ വരച്ചത്. ഓക്കെ, അറിയില്ല. നൗ
അടുത്ത ഡീറ്റെയിൽസ്, ഫർദർ ഡീറ്റെയിൽസ് ആർ അവൈലബിൾ. സ്റ്റോക്ക് ആണ് ആദ്യം തന്നിരിക്കുന്നത്. സ്റ്റോക്കിന്റെ ഓപ്പണിംഗ് ബാലൻസ് എവിടെ എഴുതണം? ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ എഴുതും? ഇവിടെ. എത്രയാണോ? 9000. ക്ലോസിംഗ് ബാലൻസ് എവിടെ എഴുതണം? ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണോ? 10,220. റൈറ്റ്. നൗ ക്രെഡിറ്ററിന്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്. ക്രെഡിറ്ററിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ എഴുതണം, ക്ലോസിംഗ് ബാലൻസ് ഇവിടെ എഴുതണം. ഓപ്പണിംഗ് ബാലൻസ് is 8,000 and it is 5,500. Now coming to debtor. Debtorന്റെ ഓപ്പണിംഗ് ബാലൻസ് asset ആണ്. So here opening balance is 22,000. amount എഴുതുന്നതിലും ചിലപ്പോൾ മിസ്റ്റേക്ക് എല്ലാം വരും. അതൊക്കെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങളത് നോക്കുക കേട്ടോ. and it is 30,000. ഓക്കെ അല്ലേ? അടുത്ത ഐറ്റം എന്താ? ഫേർണിച്ചർ. ഇപ്പം എനിക്ക് അത് അവിടെ ഒന്ന് നിന്നോട്ടെ, കാരണം ഡിപ്രിസിയേഷൻ ഉണ്ട്. എനിവേ നമുക്ക് എഴുതിയേക്കാം. ഫേർണിച്ചറിന്റെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് ഇവിടെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വരയണം. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ എല്ലാത്തിന്റെയും ഓപ്പണിംഗ് ബാലൻസ് വരണം. സോ ഇവിടെ ആരൊക്കെയുണ്ട്? ഡെറ്ററിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഓൾറെഡി ഗിവൺ ആണ്. സോ എത്ര എഴുതി? 2,200. ക്രെഡിറ്ററിന്റെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാ? 8,000. ആൻഡ് പിന്നെന്താ? ഇതിന്റെ ക്ലോസിംഗ് ബാലൻസ് ഇപ്പൊ തന്നെ ഇവിടെ എഴുതിയേക്കാം കേട്ടോ. ഡെറ്റർ ക്ലോസിംഗ് ബാലൻസ് 30,000. ഇന്നർ കോളത്തിലാണ് ഞാൻ എഴുതിയത്, ബിക്കോസ് അതിനൊരു അഡ്ജസ്റ്റ്മെന്റ് ഇസ് ദർ. ഓക്കെ. നൗ ഹിയർ ഐ ആം റൈറ്റിംഗ് ക്രെഡിറ്ററിന്റെ ക്ലോസിംഗ് ബാലൻസ് 5,500. ഓക്കെ. Yeah. Now next item is furniture. Question lo noku. Opening is given 1,000 and closing is given 1,000. So opening and opening il edudum furniture 1,000 and closing I will write here furniture 1,000. And here depreciation undu, adonda njan inner column edutiyathu. Okay. Now other office premises, other alla office premises, opening is there, so premises is 10,000, no 15,000. Okay. And here also office premises 15,000. Okay. Adum ezhudi. Now coming to next, that means adutha paragraph, provide 5% interest on capital. On capital, that is opening ന്റെ മുകളിൽ 5%. ഓപ്പണിംഗ് ഞങ്ങളുടെ കയ്യിൽ ഇല്ല, അതുകൊണ്ട് ഞാനത് അവിടെ വെച്ചു. പ്രൊവൈഡ് ₹1,500 ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. സോ ഡൗട്ട്ഫുൾ ഡെറ്റ്സിന് 1,500 എഴുതണം. സോ ഞാൻ എവിടെയൊക്കെ എഴുതും? ഇവിടെ എഴുതണം അല്ലെ. ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 1,500. അതിന്റെ കറസ്പോണ്ടിങ് ഞാൻ എവിടുന്ന് ലെസ് ചെയ്യും? ഡെറ്ററിന് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ലെസ് ചെയ്യും. ഓക്കെ. നൗ വാട്ട്? 5% depreciation on fixed asset. Fixed asset ന് 5% depreciation. So 1,000ന്റെ 5% എത്രയാണോ? 50. അതേപോലെ ഇവിടെ എന്ത് വരും? ഡിപ്രിസിയേഷൻ ഓൺ ഫർണിച്ചർ 50. ഓക്കെ. രണ്ട് സ്ഥലത്തും എഴുതാൻ മറക്കാൻ പാടില്ല. ഓക്കെ. ഓക്കെ. നൗ വേർ? പിന്നെന്താ? അടുത്ത ഐറ്റം ലീവ് ഇറ്റ് ഫോർ എ ടൈം ബീങ്. ഓക്കെ. നൗ നമ്മൾ ആദ്യം ഇട്ടത് 5% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. അതായത് ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ ഇവിടെ കിട്ടുന്ന ക്യാപിറ്റലിന്റെ 5% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണല്ലോ. ഓക്കെ ആണ്. ഓക്കെ. ലെറ്റ്സ് സീ. ഒരു മിസ്റ്റേക്ക്. 5% depreciation on all fixed asset എന്നാ. സോ ഓഫീസ് പ്രിമൈസസ് is also a fixed asset. സോ ഇവിടെ ഓഫീസ് പ്രിമൈസസിന് എന്ത് ചാർജ് ചെയ്യണം? ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം. 5% അല്ലേ? 15,000ന്റെ 5% എന്ന് പറയുമ്പോൾ 750 വരും. സോ ഹിയർ യു ഹാവ് ടു റൈറ്റ് 750 ആൻഡ് ഡിപ്രിസിയേഷനിൽ ആരും കൂടെ വരും? പ്രിമൈസസ് 750. ഓക്കെ. ഓക്കെ. നൗ ഹിയർ ഈ ഒരു ഐറ്റം ആണ് നമ്മളിപ്പം മിസ്സിംഗ് എന്ന് പറഞ്ഞത് അല്ലേ? ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് അറിഞ്ഞൂടാ. ഇനി ഓപ്പണിംഗ് ക്യാപിറ്റൽ അറിയില്ല. സോ നമ്മൾ ഇതിനിപ്പം എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ട് ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും?
ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ ക്യാപിറ്റൽ കിട്ടും. സി, നമ്മൾ ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് അവിടെ എടുത്തെഴുതാൻ മറന്നു. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഈ ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ മറന്നു. സോ ഞാൻ അത് രണ്ടും എഴുതുവാണേ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഇതവിടെ വിസിബിൾ ആണോളി? ആണോടോ 9,000. ഇസ് ഇറ്റ് വിസിബിൾ 9,000? യാ, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. എൻ്റെ ബോർഡ് ഇത്തിരി ചെറുതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ് വാങ്ങിക്കാത്തത് ഈ ഫീൽഡിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ലല്ലോ. സോ വെറുതെ വാങ്ങിക്കേണ്ട വിചാരിച്ചിട്ട്. ഓക്കെ, എനിവേ ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് 10,220. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതും അപ്പം തന്നെ ഞാൻ മൈനസ് ചെയ്തിടുകയാണ്. 15,750 പോയാ 14,250. റൈറ്റ്. പിന്നെയോ നമ്മുടെ 1950. ഇതോ 30,000 28,500. യാ, കറക്റ്റ് അല്ലേ? ഇതിന്റെ കറസ്പോണ്ടിങ് പോയിട്ടുണ്ട്. ഡ്രോയിങ്സ് അവിടെ ഉണ്ട്. ഓക്കെ, സി, ഇനി എന്താ പ്രശ്നം എന്ന് വെച്ചാ, നിങ്ങളാണെങ്കിൽ ഇത് എന്ത് ചെയ്ത് ബാലൻസ് ചെയ്തിട്ട് ഇവിടെ എന്ത് എഴുതണം? ക്യാപിറ്റലിന് എഴുതി ബാലൻസിങ് ഫിഗർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അപ്പടി എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും. ഇവിടെയാണ് നമ്മുടെ സെൻസ്. ഇവിടെ ഒരു അക്കൗണ്ട് ഉണ്ട് സാധനം. ആരാട്? ക്യാഷിന് ഓപ്പണിംഗ് ബാലൻസ് തന്നിനോ? ക്യാഷിന് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ക്യാഷിന് ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. സോ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്, അതായത് ബാങ്ക്. റൈറ്റ്? അതല്ലേ കിട്ടുക. ഇവിടെ ഈ ഒരു ഐറ്റം ദിസ് ഇസ് യുവർ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. സോ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ക്യാഷിന്റെയും ബാങ്കിന്റെയും ഒക്കെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ബട്ട് എന്തില്ല? ഓപ്പണിംഗിൽ ക്യാഷും ഇല്ല, ബാങ്കും ഇല്ല. സോ ബൈ ബാലൻസിങ് ദിസ് യു വിൽ ഗെറ്റ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്. റൈറ്റ്? അങ്ങനെ മാത്രമേ ഇവിടെ മനസ്സിലാക്കാനുള്ള ഒരു വഴിയുള്ളൂ മക്കളെ. അല്ലാണ്ട് വേറെ ഒരു ലോജിക്കും ഇതിനകത്തില്ല. അത് നിങ്ങൾ ഒരു സെൻസിങ് എന്നൊക്കെ പറയും. അത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിൽ വരേണ്ട കാര്യമാണ്. സോ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്താൽ എന്ത് കിട്ടും എന്നുള്ള ക്വസ്റ്റ്യനിൽ ഇവിടെ എന്താ മിസ്സിംഗ് എന്നാണ് പ്രശ്നം. സോ മിസ്സിംഗ് ആണെങ്കിൽ നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് പെറുക്കി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആവുകയില്ലേ? നിങ്ങൾ ആദ്യം, ഇപ്പം ഞാൻ എന്താ ചെയ്തത്? എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ വിട്ട്. എനിക്കറിയാനിട്ടല്ല. ദിസ് ഫ്രം യുവർ പോയിന്റ് ഓഫ് വ്യൂ, യു ഡോണ്ട് നോ ഹൗ ടു പ്രൊവൈഡ് 5% ഓൺ ക്യാപിറ്റൽ ബിക്കോസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇസ് മിസ്സിംഗ്. സോ ഐ ലെഫ്റ്റ്. ഞാനത് ലീവ് ചെയ്തു അല്ലേ? റൈറ്റ്, ലീവ് ചെയ്തു. ദെൻ അറിയുന്നതൊക്കെ ഞാൻ ഇതിനകത്ത് പ്ലേസ് ചെയ്തു. റൈറ്റ്? പിന്നെ ഞാൻ വിട്ടിരിക്കുന്നത് ഒരു ഗ്രൂപ്പ് കമ്മീഷൻ ആണ്. സോ ഗ്രൂപ്പ് കമ്മീഷൻ ഇസ് നോട്ട് ഗോയിങ് ടു ഇഫക്ട് ദി ക്യാഷ് ബുക്ക്. അതിൻ്റെ ഇഫക്റ്റ് ഇവിടെയല്ലേ വരാം? നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലേ, പ്രോഫിറ്റ് നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഇവിടെയാണ് വരാം. സോ ദാറ്റ് ദിസ് അക്കൗണ്ടിൽ നമുക്ക് ബാലൻസ് ചെയ്താൽ ഇവിടെ മിസ്സിംഗ് ആയിട്ടിരിക്കുന്നത് ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. ഓക്കെ, സോ ഹിയർ ഞാനിവിടെ ഇത് ബാലൻസ് ചെയ്യാൻ പോവാണ്. റീസൺ ഞാൻ പറഞ്ഞു. സോ ഇത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതൊക്കെ ആഡ് ചെയ്തിടുക. ഇത് ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത പ്രശ്നം എന്താ വരിക? നിങ്ങൾക്കറിയാം ക്യാഷ് ഇസ് ആൻ അസറ്റ്. ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ വരണം അല്ലേ? എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ വരണം. നിങ്ങൾ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്താൽ 2515 നിങ്ങൾ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്താൽ നിങ്ങൾക്ക് ബാലൻസിങ് ഫിഗർ ഇവിടെയാണ് കിട്ടുക. പ്രശ്നമായില്ലേ? ബിക്കോസ് ഇൻ യുവർ മൈൻഡ് ഇറ്റ്സ് ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ വരണം. ബിക്കോസ് ഇറ്റ് ഇസ് ക്യാഷ് ഇസ് എൻ അസെറ്റ്. ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ വരണം. ബട്ട് ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്താൽ ഇത് ഇവിടെ വരും. അപ്പോൾ നിങ്ങൾ എന്താവും? ഫുൾ പ്രശ്നമാവും ഇല്ലേ? സോ അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞ ഓർമ്മിക്കുന്നുണ്ടല്ലോ, നമ്മൾ ഈ ക്യാഷും ബാങ്കും ഒപ്പരം പ്രിപ്പയർ ചെയ്യുമ്പം ഇവിടെ ബാലൻസ് കിട്ടി, ഓപ്പണിംഗ് ആണ് മിസ്സിംഗ് എങ്കിൽ അയാൾ ആരായിരിക്കും എന്ന് അറിയാടോ? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും അവിടെ കിട്ടിയിട്ടുണ്ടാവുക. ബിക്കോസ് ഓൺ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ബാങ്കിൽ ഓടിയാണ്. പിന്നെ അതിങ്ങനെ ലാസ്റ്റ് എത്തുമ്പോഴേക്ക് എന്തായിട്ടുണ്ട്? 2425. ബട്ട് സ്റ്റാർട്ടിങ് അതെന്തായിരുന്നു? ബാങ്ക് ഓടിയായിരുന്നു. സോ ഹിയർ നിങ്ങളിവിടെ എഴുതേണ്ടത് ബൈ ബാലൻസ് D/D എന്ന് തന്നെയാണ് ബാലൻസിങ് ഫിഗർ. ബട്ട് ഇത് ക്യാഷിൻ്റെയോ അല്ല, ബാങ്കിന്റെ ബാലൻസ് ആണ്. ദാറ്റ് ഓൾസോ എന്ത്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. സോ എവിടെ വരും അത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഓപ്പണിംഗിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഹൗ മച്ചാ കിട്ടിയ? 4000. ഇവിടെ
എഴുതണം. ക്ലിയർ ആണോടോ? ക്ലിയർ ആണോ? യാ. സോ ഇപ്പൊ നമ്മുടെ ഈ ഒരു ഐറ്റം ഓക്കെ. ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത് ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് എന്താ കിട്ടുക? ക്രെഡിറ്റ് സെയിൽ. ഇത് ബാലൻസ് ചെയ്താൽ എന്താ കിട്ടുക? ക്രെഡിറ്റ് പർച്ചേസ്. ഓക്കെ. സോ ഇനി ഇത് ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് എന്താ കിട്ടുക? ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓപ്പണിംഗ് ഇവിടെ മെൻഷൻ ചെയ്യരുത്, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി യു നോ ഇറ്റ്സ് ഓപ്പണിംഗ്. സോ ഹിയർ യു ഹാവ് ടു റൈറ്റ് ക്യാപിറ്റൽ ബാലൻസിങ് ഫിഗർ. ഓക്കെ ആണല്ലോ? സോ നമ്മൾ ഈ 4 ഐറ്റവും എന്താക്കിയിട്ടുണ്ട്? ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബാലൻസ് ചെയ്യണം. ഓക്കെ. സോ ഇവിടെ ഞാൻ ആദ്യം ഇത് ബാലൻസ് ചെയ്യുന്നു. യു വിൽ ഗെറ്റ് 9, 15, 10, 22,000, റൈറ്റ്? ജസ്റ്റ് 22,000. ഓക്കെ. അപ്പോൾ ഇത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബാലൻസ് ചെയ്തേക്കണം. എനിക്ക് അവിടെ സ്പേസ് ഒന്നുമില്ല. നിങ്ങൾക്ക് അവിടെ 35,000 കിട്ടും. ആ 35,000 എവിടെ എഴുതണം? ഇതാണ് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ, 35,000. ഇനി ഇതിന്റെ മേലെ എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണം? 5%. ഇതിന്റെ 5% കാണാം. ആ ഇൻട്രസ്റ്റ് അഡ്ജസ്റ്റ്മെന്റിൽ വരുന്ന ഐറ്റം 2 സൈഡിൽ എഴുതണമല്ലോ. ഒന്ന് ഇൻട്രസ്റ്റ് ഇവിടെ ആഡ് ചെയ്യണം. സോ ഇതിന്റെ 5% എന്ന് പറയുമ്പോൾ 1750 വരും. അത് ഇവിടെ എഴുതണം. അതേപോലെ തന്നെ ഇവിടെ എഴുതണം. ഞാൻ ഇവിടെ കുറച്ച് മുകളിലോട്ട് എഴുതുവാണ്. ഓക്കെ. സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ. അപ്പൊ നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞ ആ പ്രൊവൈഡ് ഓൺ 5% എന്നുള്ള ഒരു സംഭവം ഫിനിഷ് ചെയ്തു. ഇനിയോ ഇത് ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്തോളൂ. ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ 25, 30, 55, 22 പോയാൽ 33 അല്ല 30, റൈറ്റ്? 33, 22, 33, 25, 30. ഇറ്റ് ഈസ് 33,000. അതെന്താ ഐറ്റം? ടു ക്രെഡിറ്റ് സെയിൽ. എവിടെ എഴുതണം? ഇവിടെ എഴുതണം. 33,000. ഓക്കെ. അപ്പൊ ഇപ്പം ടോട്ടൽ നമ്മുടെ സെയിൽ എത്രയായി? 48,000. ക്യാഷ് ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ക്രെഡിറ്റർ അക്കൗണ്ട് ബാലൻസ് ചെയ്താൽ 15,000, 5,500, 8,000, 12,500 കിട്ടും. ബാലൻസിങ് ഫിഗർ 12,500. അതാരാണ്? നമ്മുടെ ക്രെഡിറ്റ് പർച്ചേസ്. സോ ക്രെഡിറ്റ് പർച്ചേസ് എവിടെ വരും? ക്യാഷ് പർച്ചേസിനെ പറ്റി ഒന്നും പറയുന്നില്ല. സോ ക്രെഡിറ്റ് പർച്ചേസ് മാത്രമേ ഉണ്ടായിട്ടുണ്ടാവും. 12,500. 12,500. ഓക്കെ അല്ലേ? എല്ലാം എഴുതിയിട്ടുണ്ട്. ഒരു ഐറ്റം മാത്രം ബാക്കി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 5% ഗ്രൂപ്പ് കമ്മീഷൻ എന്നുള്ളൊരു കേസ്. അതിപ്പോഴും ഞാൻ അവിടെ തന്നെ വെക്കുകയാണ്. സോ ഞാൻ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് സെയിൽസ്. ടോട്ടൽ ചെയ്തിട്ട് നിങ്ങൾ ഇടുക. ടോട്ടൽ ചെയ്ത് 58,220 ഇട്ടാൽ നിങ്ങൾ അവിടെ ഇട്ടാൽ മതി. ടു ഗ്രോസ് പ്രോഫിറ്റ്. ഇപ്പുറത്ത് വരും ബാലൻസ് 48, 10, 36,720 കിട്ടും. ഇതിനെ ഞാൻ ഇവിടെ കൊണ്ടുവരുന്നു. ബൈ ഗ്രോസ് പ്രോഫിറ്റ് 36,720. ഓക്കെ. നൗ ഇവിടെ ഇൻട്രസ്റ്റ്. ഓക്കെ. ഇനി നമുക്ക് ആ ഗ്രൂപ്പ് കമ്മീഷൻ്റെ നോക്കാം. ഗ്രൂപ്പ് കമ്മീഷൻ 5% ഗ്രൂപ്പ് കമ്മീഷൻ ടു സ്റ്റാഫ്. സ്റ്റാഫിന് 5% കമ്മീഷൻ കൊടുക്കണം. ഹാസ് ടു ബി പ്രൊവൈഡഡ് ഫോർ ഓൺ നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിന്റെ 5% ആണല്ലോ. നെറ്റ് പ്രോഫിറ്റിന്റെ 5. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിന്റെ 5% should be given as commission to staff after meeting all expenses and commission. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഐറ്റവും മീറ്റ് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ കറന്റ്ലി നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കാം. സോ ഹിയർ ഇറ്റ് ഈസ് 36,750. ഞാൻ ഇതൊക്കെ ആഡ് ചെയ്യാണ്. 1000 കാൽക്കുലേറ്റർ എടുത്ത് ആഡ് ചെയ്തോ. 1750, 100, 8,500, 7,900, 1,500, 50,
750. ഓക്കെ, എത്ര കിട്ടി? 205/0 കിട്ടും. ഞാൻ അതിൽ നിന്ന് 36,720 മൈനസ് ചെയ്തപ്പം ഐ ഗോട്ട് 16,170, റൈറ്റ്? ഓക്കെ, അപ്പൊ എനിക്ക് 16,170 കിട്ടി. ഇപ്പൊ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇതിൽ ഇത് മൈനസ് ചെയ്താൽ ഐ ഗോട്ട് 170, റൈറ്റ്? കാൽക്കുലേറ്ററിന് പോയി. 16,170 കിട്ടി. എങ്ങനെ കിട്ടി? ദിസ് മൈനസ് ദിസ്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ്. ഇതിന് ഞാനൊരു പേര് കൊടുക്കുകയാണ്. ഇത് നിങ്ങളെ വർക്കിംഗ് നോട്ടിൽ എഴുതണേ. ദിസ് ഇസ് യുവർ വർക്കിംഗ് നോട്ട് നമ്പർ 1, 2, 3, 4 and this is your working note number 5. Okay, see, net profit I got how much? 170, right? Yeah, 170. ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ എന്തെന്നാ ടീച്ചറെ ഒരു 500 ഇട്ട് അങ്ങ് ചെയ്താൽ പോരെ, പ്രശ്നം തീർന്നില്ലേ? പ്രശ്നം തീരൂല. ഒന്നും കൂടി ആ സെന്റൻസ് എടുത്ത് വായിച്ചു നോക്കിക്കോ മക്കളെ. 5% group commission to staff has to be provided on net profit. On net profit. അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ, അങ്ങനെ മാത്രം പറഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ 5% കണ്ട് ഇവിടെ അങ്ങോട്ട് എഴുതുമായിരുന്നു. ബട്ട് ആഫ്റ്റർ മീറ്റിംഗ് ഓൾ എക്സ്പെൻസസ്, വരെയേ ഉള്ളൂ എങ്കിലും എല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്പെൻസ് 5/100 കൊടുക്കുമായിരുന്നു. ബട്ട് അഗെയിൻ വൺ മോർ ഇസ് ദെയർ, ആഫ്റ്റർ മീറ്റിംഗ് ഓൾ എക്സ്പെൻസ് ആൻഡ് ദി കമ്മീഷൻ. എന്ത് കമ്മീഷൻ? ഇതോ ഇപ്പൊ പറഞ്ഞ ടു ഗ്രൂപ്പ് കമ്മീഷൻ. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം മക്കളെ? ഈ എമൗണ്ട് എത്രയാണോ അതും കൂടെ ചേർത്തിട്ട് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിന്റെ മുകളില് 5% എന്നാ പറഞ്ഞത്. സോ ഇതെത്രയാ കിട്ടുന്നത് അതും കൂടെ ചേർത്തിട്ട് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ്, അതായത് ഇതിൽ നിന്ന് ഈ ഗ്രൂപ്പ് കമ്മീഷൻ വരെ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിന്റെ 5% എന്ന ക്വസ്റ്റ്യനിൽ തന്ന. പക്ഷെ ക്വസ്റ്റ്യൻ ഉള്ള ആളെന്തും തന്നില്ല, ഗ്രൂപ്പ് കമ്മീഷൻ എത്രയാന്ന് തന്നില്ല. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇവിടെ 16,170 into 5/105 എടുക്കണം. ബിക്കോസ് ഈ ഒരു ഐറ്റത്തിന്റെ എമൗണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ബട്ട് ഇവിടെ പറയുന്നത് ഈ ഒരു ഐറ്റം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിന്റെ 5%. അങ്ങനെയുള്ള കേസുകളിൽ 5/105 എടുക്കണം. നിങ്ങൾക്ക് ഇവിടെ 770 കിട്ടും. ഓക്കെ, അതാണ് നിങ്ങളുടെ ഗ്രൂപ്പ് കമ്മീഷൻ. ഓക്കെ, ഇനിയും നിങ്ങളൊന്ന് ബാലൻസ് ചെയ്തേ. സി ഇത് ഓക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചേ. 36,720 വെയിറ്റാ. നിങ്ങളൊന്ന് ചെയ്ത 220/0 പ്ലസ് 770 ചെയ്തു നോക്കോളെ. ഞാനും ചെയ്യുന്നുണ്ട്. 36,720. ഓക്കെ, ഇപ്പം നിങ്ങളെ നെറ്റ് പ്രോഫിറ്റ് വിൽ ബി, ഇപ്പം നിങ്ങളെ നെറ്റ് പ്രോഫിറ്റ് എത്ര കിട്ടുകയെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ എഴുതുന്ന നെറ്റ് പ്രോഫിറ്റ് 15,400. ഇറ്റ് ഈസ് 15,400. അതിൻ്റെ 5% ഒന്ന് ചെയ്ത് നോക്കടാ. ഇതിൻ്റെ 5% നിങ്ങൾക്ക് 770 കിട്ടും. സോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എല്ലാം ചാർജ് ചെയ്ത് ഗ്രൂപ്പ് കമ്മീഷൻ അടക്കം ചാർജ് ചെയ്തിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിന്റെ 5% ആയിരിക്കണം ഗ്രൂപ്പ് കമ്മീഷൻ. ബട്ട് ഇപ്പം നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് എഴുതണം? 5/105. ബട്ട് ഓട്ടോമാറ്റിക്കലി ആൻസർ എന്താവും? മാത്സിന്റെ ആണ്. ഓക്കെ, എനിവേ അതിലോട്ടൊന്നും പോകുന്നില്ല. നിങ്ങളിത് 5/105 എടുക്കുക. നിങ്ങൾക്ക് ഇതിന്റെ 5% ചെയ്ത ആൻസർ കിട്ടും. ഇതും കൂടെ ഓർമ്മിക്കണം. ഓക്കെ, സിംഗിൾ എൻട്രി കണ്ടാലേ ഓൾറെഡി മനസ്സിൽ വിചാരിച്ചായിരിക്കും ഞാൻ എന്ത് ചെയ്യും, ഓപ്ഷനിലുള്ള വേറെ കണക്ക് നോക്കി ചെയ്യും. ബട്ട് ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, നിങ്ങൾ ആ ഒരു ഇത് നിങ്ങളെ വർക്കിംഗ് നോട്ടിൽ എഴുതിയേക്കണേ. കാൽക്കുലേഷൻ ഓഫ് ഗ്രൂപ്പ് കമ്മീഷൻ, വർക്കിംഗ് നോട്ട് നമ്പർ 5. ഓക്കെ, അപ്പൊ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടി. ഇനി ആ നെറ്റ് പ്രോഫിറ്റ് ആരെ കൂടെ ആഡ് ചെയ്യണം? ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് 15,400. ഇനി ഗ്രൂപ്പ് കമ്മീഷൻ ഒരു സ്ഥലത്തേ കാണിച്ചുള്ളൂ. അഡ്ജസ്റ്റ്മെന്റ് റൂളിൽ വന്ന ഐറ്റം ആണ്. ഓൺലി വൺ പ്ലേസിലാ കാണിച്ചുള്ളൂ. അതിന് എന്ത് ചെയ്യണം? ഒരു സ്ഥലത്തും കൂടെ കാണിക്കണം. പ്രൊവിഷൻ പോലെ ക്രിയേറ്റ് ചെയ്തതാണ്. സോ ഹിയർ യു ഹാവ് ടു റൈറ്റ് ഗ്രൂപ്പ് കമ്മീഷൻ 770. ക്യാപിറ്റൽ ചെയ്തു മക്കളെ. 35,000 നിന്ന് 1,750 ആഡ് ചെയ്യുക.
2000 ലെസ് ചെയ്യുക, 15400 ആഡ് ചെയ്യുക, നിങ്ങൾക്ക് 50150 കിട്ടും. ഓക്കെ, യെസ്. ഇതൊന്ന് ടോട്ടൽ ചെയ്തോ, ടോട്ടൽ ചെയ്തോളൂ, മുഴുവൻ ടോട്ടൽ ചെയ്തേ, ഒന്ന് ചെയ്ത് നോക്കണേ. ഞാനും ചെയ്യുന്നുണ്ട്, എല്ലാവരും കാൽക്കുലേറ്റർ എടുത്തോളൂ. 2425 പ്ലസ്, തെറ്റിയിട്ടുണ്ടെങ്കിൽ ആരോടും പറയണ്ട കേട്ടോ. ഓക്കെ ഓക്കെ, 950 പ്ലസ് 14250 പ്ലസ് 10220. ഇറ്റ് ഈസ് ഈ ഭാഗം കിട്ടുന്നത് 56420 ആണ്. ഈ ഭാഗം ചെയ്താൽ കിട്ടുക. ഇപ്പുറം കിട്ടുന്നുണ്ടോ? 50150 പ്ലസ് 550770. യുറേക്ക, നമ്മൾ സക്സസ് കേട്ടോ. 56420. ഇതാണ് നിങ്ങളുടെ സിംഗിൾ എൻട്രിയിലെ എസ്എ ടൈപ്പ് പ്രോബ്ലം. സോ എന്താണെന്ന് വെച്ചാൽ ഈസി വേ, ഇപ്പം നിങ്ങൾക്ക് വേറെ ഒരു ചോയ്സും ഇല്ലെങ്കിലും ഇത് അറ്റംപ്റ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ ഈസി വേസ് ക്വസ്റ്റ്യൻ വേഗ് റീഡിങ്, ദെൻ ക്യാഷ് ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ക്യാഷ് ബുക്ക് അവിടെ വരഞ്ഞങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നോക്കുക അത് എന്തിനാണ് വരയുന്നത്. ഓക്കെ, ദെൻ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തായാലും ആര് വേണം? നമ്മളെ സെയിൽ വേണം, പർച്ചേസ് വേണം, ഓപ്പണിംഗ് സ്റ്റോക്ക് എല്ലാം വേണം, ക്ലോസിംഗ് സ്റ്റോക്കും വേണം. സോ ഇത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തരാറുണ്ട് അധികം. പിന്നെ നമ്മൾ പഠിച്ചില്ലേ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്, അത് നമുക്ക് ചെറിയ മാർക്സിനെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സെയിലും പർച്ചേസും വേണം. അപ്പൊ ആര് രണ്ടാളും എന്തായാലും ഉണ്ടാവും? നമ്മുടെ ഡെറ്ററും ക്രെഡിറ്ററും. പിന്നെ ഡെറ്ററും ക്രെഡിറ്ററും ഉണ്ടെങ്കിൽ അതിന് കൂടെ വരേണ്ട രണ്ടാൾക്കാരാണ് റിസീവബിളും പേയബിളും. പക്ഷെ അത് ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്ലോസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം വരച്ചാൽ മതി. ഓക്കെ, അപ്പം ക്യാഷ് ബുക്ക് അങ്ങോട്ട് വരിക, ഐറ്റം അതിൽ പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിൽ എക്സ്പെൻസ് ആൻഡ് ഇൻകംസ് ഷുഡ് ബി ഷോൺ ഇൻ P&L അക്കൗണ്ട്, റൈറ്റ്? ഇതിനുള്ള എക്സ്പെൻസും ഇൻകവും എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ വരുന്ന ഐറ്റംസ് എല്ലാം വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അതിൻ്റെ കൗണ്ടർ എൻട്രി വന്നിട്ടുണ്ടാവും. ഇൻട്രസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്, ഡ്രോയിങ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്, സ്റ്റാഫ് സാലറി ഇവിടെയുണ്ട്, എക്സ്പെൻസ് ഇവിടെയുണ്ട്, ക്രെഡിറ്റർ ഇവിടെയുണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ഇവിടെയുണ്ട്, ക്ലോസിംഗ് ബാലൻസ് ഇവിടെയുണ്ട്. അതേപോലെ തന്നെ എല്ലാത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് ഡബിൾ എൻട്രീസ് വന്നിട്ടുണ്ടാവും. പിന്നെ ക്രെഡിറ്റ് സെയിൽ കിട്ടി, ക്രെഡിറ്റ് പർച്ചേസ് കിട്ടി. ഇത് പ്രിപ്പയർ ചെയ്ത് എന്തിനാ? ഇത് എന്തായാലും വേണം. ബിക്കോസ് നമ്മുടെ ലാസ്റ്റ് ബാലൻസ് ഷീറ്റ്, ദാറ്റ് ഇസ് ആസ് ഓൺ 31/3/2014 ബാലൻസ് ഷീറ്റിന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഏത് ക്യാപിറ്റലാ? ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ്. സോ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്തായാലും വരയണം. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വരയുമ്പം കുറേ അസറ്റിന്റെ പേര് അതിൽ തന്നിട്ടുണ്ടാവും. നിങ്ങളത് ഉള്ള എല്ലാ അസറ്റുമായിട്ടൊന്ന് മാച്ച് ചെയ്യുക. എല്ലാത്തിൻ്റെയും ഓപ്പണിംഗ് ഇവിടെ ഉണ്ടോ? അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ ആരില്ല, ക്യാഷ് ഇല്ല. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്ത് കിട്ടുന്ന ഫിഗർ ഇതിന്റെ ഓപ്പണിംഗ് ആയിട്ട് എടുത്തത്. ഓക്കെ, ഇതിൽ കൺഫ്യൂഷൻ ഇപ്പുറത്ത് വന്നുകൊണ്ട് കൺഫ്യൂഷൻ വേണ്ട. ഇറ്റ് ഷുഡ് ബി ബാങ്ക് ഓഡി. ഓക്കെ, അപ്പൊ ഇനിയും ഒരു 2 പ്രോബ്ലം കൂടി ഞാൻ ചെയ്ത് തരാം. ഓക്കെ.